ഖുത്ബ അറബിയിലെ പറ്റൂ. എന്നിട്ട് പ്രസംഗിച്ചു എന്ത്? മുസ്ലിമാണെന്ന നിലക്ക് ചെയ്യുന്ന സകല കാര്യങ്ങളും അറബിയിലാണ്. പെട്ടെന്ന് കേൾക്കുമ്പോ സാധാരണക്കാർ കരുതുന്നത് ശരിയാണ്. എന്ത്? സലാം പറയല് അറബിയാണ്, ബാങ്ക് അറബിയിലാണ്, നമസ്കാരം അറബിയിലാണ്. മുസ്ലിം ഇത് വെച്ചിട്ട് മൂപ്പർ പറയാൻ മുസ്ലിമാണെന്ന നിലക്ക് ചെയ്യുന്ന സകല സംഗതികളും അറബിയിലാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മലയാളത്തിൽ ഖുത്ബ നടത്തണമെന്ന് ഒരാഗ്രഹവുമില്ല, ഞങ്ങൾ അതിൽ തർക്കിക്കാനും വരുന്നില്ല. പക്ഷെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ അറബി തന്നെ ആ ഖുത്ബ പറയേണ്ടത്, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം പൊളിഞ്ഞു പോകും എന്നുകൂടി ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു ഖുത്ബ എന്ന് പറയുന്നത് ദീന് പ്രചരിക്കാനുള്ള ഒരു മാർഗമാണ്. ഒന്നുമില്ലെങ്കിലും ഖുത്ബ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ചോക്ക്, എന്ത് നല്ലൊരു സംവിധാനം. ഒന്നുമില്ലെങ്കിലും വേറെ ഒന്നുമില്ല, മദ്രസല്ല, പാഠപുസ്തകങ്ങളില്ല, പ്രസിദ്ധീകരണങ്ങളില്ല, പ്രഭാഷണങ്ങളില്ല. മുസ്ലിമുണ്ടോ? എത്ര ആളായിരുന്നാലും ശരി, മുസ്ലിമുണ്ടോ എങ്കിൽ അവിടെ ജുമാ ഉണ്ടാവും. ഊസിക്കും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്, അല്ലാഹുവിന്റെ തഖ്വ കൊണ്ടുള്ള വസിയത്ത്, അതിനുശേഷം ഒരു നസീഹത്ത് എല്ലാ പള്ളിയിലും എല്ലാ വെള്ളിയാഴ്ചയും. ഇതുപോലെ ദീനീബോധം നിലനിൽക്കാൻ. അപ്പൊ ഇവർ മനസ്സിലാക്കി ഖുർആനിനെ അർത്ഥം പഠിക്കരുത്, അത് ദുരുപയോഗപ്പെടുത്തി അതിന്റെ വാതിലടച്ചു. ഹദീസിലൂടെ ദീന് പഠിക്കുന്നതിനെ ഇവർ നശിപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു ഖുത്ബ അറബിയിലേ പറ്റൂ. റസൂലുള്ളാഹിന്റെ കാലത്ത് ജനങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് ആഗ്രഹിച്ചാൽ റസൂലുള്ള മിമ്പറിൽ കയറും. സഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിമ്പരി ഫഹമിദല്ലാഹ വഖാൽ. അങ്ങനെ അന്നത്തെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി അല്ലാഹുവിനെ സ്തുതിച്ചു എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു. ഇന്ന് റസൂലുള്ളാഹിന്റെ പിൻഗാമികൾ എന്ന് പറയുന്നവരുടെ പണി എന്താണെന്നറിയോ? ഇന്ന് ജനങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയണോ എങ്കിലപ്പം മൂപ്പര് മിമ്പർ വന്ന് ഇറങ്ങി. എന്നിട്ട് ആ തറ നിലവാരത്തിലേ മൂപ്പർക്ക് പറയാൻ പറ്റൂ. ആ റസൂലുള്ളാഹിന്റെ കാലത്ത് ജനങ്ങളോട് പറയാൻ മിമ്പറിൽ കയറും, ഇന്ന് ജനങ്ങളോട് പറയാൻ മിമ്പറിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ റസൂലുള്ളാഹിന്റെ പിൻഗാമികളാണ്. അപ്പൊ ചോദിക്കും, തെളിവുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്ത്, സഹാബത്തിന്റെ കാലത്ത്, താബിഉകളുടെ കാലത്ത്, താബിഉകളുടെ കാലത്ത്, സലഫ് സാലിഹുകളുടെ കാലത്ത്, സച്ചരിതരായ മദ്ഹബിന്റെ ഇമാമുകളുടെ കാലത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ അറബിയല്ലാത്ത വല്ല ഭാഷയിലും ഖുത്ബ പറഞ്ഞതിന് തെളിവുണ്ടോ? തെളിവിളി തന്നെ ചോദിക്കലോ. ഇത് കേട്ടാ തോന്നി നമ്മൾ കുടുങ്ങിപ്പോയി, ആഫീസ് പൂട്ടി, ഇനി അറബിയിലേ പറ്റൂ എന്നാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം മലയാളത്തിൽ ഖുത്ബ പറഞ്ഞെന്നല്ല. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഈ പറയുന്നത് ജനങ്ങൾക്ക് തിരിയണമെന്ന്. നിങ്ങൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ട് പറച്ചോരോട് എങ്ങനെയും പറഞ്ഞോ, കിഴക്കോട്ട് നോക്കിയിട്ട് എല്ലാവരെയും കാണുമ്പോൾ ഉയർത്തുകാരി എന്നിട്ട് ആളുകൾക്ക് തിരിയാത്തത് അവരോട് പറയരുത്. ഒന്ന് ആലോചിച്ച് നോക്കി കൂട്ടരി എന്ന് കേട്ട ഗതികേട്. വെള്ളിയാഴ്ച നമ്മളെ ഈ കേരളത്തിൽ നിങ്ങളോടധികം പറയണോ? മലപ്പുറം ജില്ലയിലെ മാപ്പിള മക്കൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്ത് വെള്ളിയാഴ്ച ദിവസം സിനിമ മാറുന്നത് കൊണ്ട് പള്ളിയുടെ തട്ടിന്റെ മുകളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ ചർച്ച എന്താണെന്നറിയുന്നത്? ഞാൻ ഈ സഭ വഷളാക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. മനസ്സിലാക്കണം, ദീനിനെ പഠിപ്പിക്കാനുണ്ടായിരുന്ന ഉന്നതമായ ഒരു വേദിയുടെ വാതിൽ ഇവർ അടച്ചു കളഞ്ഞതിന്റെ വിശേഷം. എന്നിട്ട് അതിന് അള്ളാഹും റസൂലിനും തിരിയാത്ത ഒരു വേദി ഇവർ വേറെ ഉണ്ടാക്കിയിരിക്കുക. വെള്ളിയാഴ്ച ദിവസം ഖുത്ബ മിമ്പർ മാത്രമേ ദീന് പഠിപ്പിക്കുന്നതിന് തടസ്സമുള്ളൂ. മിമ്പറിന്റെ താഴെ ആ സൈഡിലാണെങ്കിൽ കുഴപ്പമില്ല. ഇത് റസൂലുള്ളാഹിക്ക് തിരിഞ്ഞിട്ടില്ല, വലിയൊരു ഇങ്ങനെ ഒരു അവസരം ഉണ്ട്. അതിപ്പോ മൂപ്പര് കണ്ടുപിടിച്ചതാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് അധിക പ്രസംഗം നടത്തിയിട്ട് ആ മിമ്പർമ കയറുന്നത്. എന്നിട്ട് ചോദിക്കും, ആരെങ്കിലും ഇങ്ങനെ അറബിയല്ലാത്തൊരു ഭാഷയിൽ ഖുത്ബ നടത്തിയിട്ടുണ്ടോ? ഞങ്ങളുടെ വാദം മലയാളത്തിൽ നടത്തണം ഖുത്ബ എന്നല്ല. ഞങ്ങളുടെ വാദം ആളുകൾക്ക് തിരിയുന്നതേ അവരോട് പറയാവൂ എന്നതാണ്. ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് അവർക്ക് തിരിയാത്തത് പറയരുത്. ഇദാ സഅദൽ ഖതീബു അലൽ മിമ്പരി ഫലാ യതകല്ലമന്ന അഹദും വമൻ തകല്ലം ഫഖദ് ലഗാ ഫലാ ജുമഅത ലഹ്. വെള്ളിയാഴ്ച ഖുത്ബ നടത്തുന്നതിന്റെ മുമ്പ് വാളെടുത്തിട്ടുണ്ട് ആളുകൾ, ഒരു വരട്ടല്, ഒരു പേടിപ്പിക്കല്, ഒറ്റൊരുത്തരം വേണ്ടി. എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? ഞാൻ വെറുതെ പറയില്ല. ഇദാ സഅദൽ ഖതീബു അലൽ മിമ്പരി, ഖതീബ് മിമ്പറിൽ കയറി കഴിഞ്ഞാൽ ഫലാ യതകല്ലമന്ന അഹദുൻ. തൗഹീദിന്റെ ശക്തിപ്പെടുത്തലിന്റെ രണ്ട് സീഗായിൽ അതിൽ ചേർന്നിട്ടുണ്ട്. ഫലാ യതകല്ലമന്ന അഹദുൻ, ചേർത്തനം മുണ്ടരുത് എന്നാ പറയുന്നത്. ഫമൻ തകല്ലമ, എടാ ആരെങ്കിലും മുണ്ടിയാൽ ഫഖദ് ലഗാ, അവൻ പിഴച്ചുപോയി. ഫലാ ജുമഅത എന്ന് പറയുമ്പോൾ ഈ അറബി മലയാളത്തിൽ PhD എടുത്ത മൂപ്പർ മനസ്സിലാക്കുന്നത് ജുമാന്റെ തല തുടങ്ങിയെന്ന. ഇത് ജുമാന്റെ തല തുടങ്ങിയെന്നല്ല. ഫലാ ജുമഅത ലഹു, അവന് ജുമായില്ല. മിമ്പറിൽ ഖതീബ് കയറിയതിനു ശേഷം ആരെങ്കിലും സംസാരിച്ചാൽ ഫലാ ജുമഅത ലഹു, അവന് ജുമായില്ല. ഇതാ പറയുന്നത്. ഇത് പറയുമ്പോഴുണ്ടാവും അവിടെ നിന്നിട്ട് ഇങ്ങനെ കുശുകുശിക്കണ വീരാനെ മുഹമ്മദ് അല്ലേ പണി. കാരണം ഈ സാധുവിന് അറിയില്ല, അയാളെ പഠിപ്പിച്ചത് അറബി മലയാളമാണ്. മഞ്ഞക്കുളം മുസൈൻമാലെയും നഫീസത്തുമാലെയും മഹദീമാലെയും ഇങ്ങനെ പറഞ്ഞു ഓവറായി പോയ കുറച്ച് മാലമാർ. എന്നെ പിടിച്ചവർ ഏതും പിടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ, എന്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നോവർ. പറഞ്ഞത് വളരെ ശരിയാണ്. മൂപ്പർ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും മൂപ്പർ നല്ലവരായിരിക്കുന്നു. ആ ഒരു നല്ല മനുഷ്യൻ ജീവിച്ചിരുന്നിട്ട് അങ്ങനത്തെ സച്ചരിതരായ അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കന്മാരുടെ പേരിൽ അവർക്കില്ലാത്ത ദുരാരോപണങ്ങൾ കെട്ടിപ്പറഞ്ഞുകൊണ്ട് അവരെ വഷളാക്കുന്ന രീതിയിലേക്കുള്ള പ്രചാരണവും ഇവർ നടത്തി. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ദീന് പഠിപ്പിക്കാനുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ മാർഗവും ഇവർ നശിപ്പിച്ചു. ഖുത്ബ അറബിയിലെ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നേരത്തെ ചോദിച്ച ചോദ്യം ചോദിക്കല്, നബി മലയാളത്തിൽ നടത്തിയിട്ടുണ്ടോ? അറബിയല്ലാത്ത ഭാഷയിലുണ്ടോ? സഹാബത്ത് നടത്തിയിട്ടുണ്ടോ? താബിഈ നടത്തിയിട്ടുണ്ടോ? സലഫു സാലിഹീങ്ങളുണ്ടോ? മദ്ഹബിന്റെ ഇമാമുകളുണ്ടോ? ഞാൻ പറയുന്നു, ഇതാണ് ചോദ്യമെങ്കിൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഇവിടെ ജനങ്ങൾക്ക് തിരിയാത്തത് അവരുടെ മുഖത്ത് നോക്കി പറയരുതെന്നാണ് ഞങ്ങളുടെ വാദം.
വാദം. അപ്പൊ ഞാനെന്നും ചോദിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകനോ അവിടുത്തെ സഹാബാക്കളോ അവിടുത്തെ സലഫ് താബിയങ്ങളോ താബിയുകളോ സലഫു സാലിഹ്യങ്ങളോ മദ്ഹബിന്റെ ഇമാമുകളോ ഏതെങ്കിലും അഗ്രഗണ്യനായ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം ജനങ്ങളുടെ മുഖത്ത് നോക്കി അവരോട് തിരിയാത്തത് പറഞ്ഞതിന് വല്ല തെളിവുണ്ടോ? ഇതാ ചോദ്യം. ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു അഗ്രഗണ്യനായ പണ്ഡിതൻ ആളുകൾക്ക് തിരിയാത്തത് അവരോട് പറഞ്ഞതിന് വല്ല തെളിവുണ്ടോ? ഒരു തെളിവില്ല. അതുകൊണ്ട് തെളിവില്ലാത്തത് ചെയ്യരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അവരുടെ സുന്നത്തിന്റെ ഇത്തിബാഇന് വേണ്ടി ജനങ്ങളോട് ഞങ്ങൾ ദീനിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അതുകൊണ്ടാ അറബിയിൽ ഖുത്ബ നടക്കുന്ന പള്ളിയിൽ പോയി ഖുത്ബത്തും ജുമുഅ ചേർന്നാൽ നിങ്ങളുടെ ജുമുഅ സഹീഹാകില്ല കേട്ടോ എന്ന് എത്ര കാലം നാട്ടിലൊക്കെ നടന്ന് പ്രസംഗിച്ചിട്ടും ജമാഅത്തിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ സ്ഥലമില്ല. എല്ലാ ടൗണ് പള്ളിയിൽ ഇതാ പ്രശ്നം. ഇതൊക്കെ ജമാഅത്തേരാ ഈ പള്ളിയിൽ വരുന്നത്? എനിക്കല്ല പരിചയമുണ്ട്, ജമാഅത്തേരൊന്നല്ല. കാരണം ദീൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർ വരികയാണ്. ഇവരെ തുടർന്ന് നിസ്കരിച്ചാൽ ജുമുഅ ശരിയാവില്ല എന്നിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായി വരുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും നിർത്തരുതോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സമുദായത്തിൽ ദീനിന്റെ പ്രചാരണത്തിന്റെ വാതിലുകൾ അടക്കുക എന്ന ശത്രുക്കളുടെ പ്രചാരണം എങ്ങനെയോ ഈ സാധുക്കൾ ഏറ്റെടുത്തു പോയി. ഇവരതിന്റെ ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവരുടെ പണി ഇന്നതായി പോയി. ആദ്യം ഇവർ പറഞ്ഞു ഖുർആൻ പഠിക്കാൻ പാടില്ല, പിന്നെ ഇവർ പറഞ്ഞു ഹദീസ് പഠിക്കാൻ പാടില്ല, പിന്നെ ഇവർ പറഞ്ഞു ഖുത്ബ അറബിയിലാക്കണം. അതോടുകൂടി 3 പോയി.